ഹലോ. കാലത്ത് ഉറക്കത്തിൽ കിടന്നപ്പോഴേ റീജാത്ത് വിളിക്കുന്നത് കോഴിയെ കൊടുക്കുന്നത് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചിയൊക്കെ ആയിട്ട് പോവേണ് കേട്ടോ. ഉറക്കത്തിൽ എനിക്ക് പല്ലും തേച്ച് പാടെ അങ്ങ് പോവുകയാണ്. ചായന്നും കുടിച്ചിട്ടില്ല. പോണ വഴിയിൽ ഇതാ ഈ രാവിലെയും വൈകിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് പൂത്തി കിച്ചാകുമ്പോഴേക്കും വാടി നിൽക്കും. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോഴേക്കും അതിൽ രണ്ട് കളറുടെ മിക്സ് ആയിട്ടുള്ളതും പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കുത്തനുള്ള തേരിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കോഴിയെ വാങ്ങിക്കാനൊക്കെ പോകുന്നത്. ഇനി ആ സഞ്ചിക്കകത്ത് കൊള്ളുമോ ശ്വാസം മുട്ടെന്നൊക്കെ ഉള്ള ടെൻഷനിലൊക്കെയാണ് പോകുന്നത്. ഈ റബ്ബറും കടത്തുമ്പോഴേക്കും വേറെ എവിടെയോ എത്തിയ ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. നല്ല എന്താണ് വെയിലൊന്നും അടിക്കില്ല, അപ്പോൾ നല്ല തണൽ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അതെ റബ്ബറും കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ പണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഇതേപോലത്തെ ഈ പാലം പോലെ കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും ഉണ്ട്, പക്ഷേ മുമ്പത്തെ അത്രയും ഒരു ഭംഗിയില്ല ഒന്നിനും. അങ്ങനത്തെ പെണ്ണുങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാ. ചെന്നുകൊണ്ടേ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോഴികളെയും കൊണ്ട് വണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പം വരിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ആദ്യം, പിന്നെ പറഞ്ഞ ടോക്കൺ അനുസരിച്ചാണ് തരുന്നത്. പിന്നെ അവസാനം പെണ്ണുങ്ങളല്ലേ, ഞാനും ഒരു പെണ്ണാണ്, എവിടെ പോയാലും ഒരു അടി കൂടുന്നത് പെണ്ണുങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ഒരു തർക്കത്തിന് ശേഷം ക്യൂ ആയിട്ട് നിന്ന് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അതിനിടെ കൂടെ കുറച്ച് നേരം ക്യൂ അല്ല നിങ്ങൾ ടോക്കൺ കൊണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് പേര്. അപ്പോൾ ഡ്രൈവർ മാമൻ കോഴി അങ്ങോട്ട് ഇടുന്നുണ്ട് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. കോഴി ആകെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. ഇത് എന്തിനാണോ എന്തോ ഇയാൾ എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതേ 3-4 കോഴിയത് എടുത്ത് മെമ്പർ ആദ്യം ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. ഇവിടെ എനിക്കിതാ സഞ്ചിയിൽ 3 കുഞ്ഞുങ്ങളാണ് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ കിട്ടിയത്. 3 ഒരേ കളറായിരുന്നു. ഇനിയിപ്പോൾ ഇതിനെ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും എന്താണ് അവസ്ഥ, മക്കളെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് പോകുന്നത്. ആ വഴിയിൽ വെച്ച് നമ്മളെ റോസിലുള്ള വൈറ്റ് കണ്ടിട്ടുണ്ട്. വൈറ്റ് കണ്ടുകൊണ്ട് ഓടി പോയതാ മേഴ്സുതാ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടുള്ള സന്തോഷം കണ്ട കൊണ്ടുവന്ന് വെളിയിലാക്കിയപ്പോൾ തൊട്ടേ അവർ ബഹളം തുടങ്ങി. മെസ്സും മുൾസ്വാനും എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. കോഴിക്കുഞ്ഞിനെ കണ്ട സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെ കുറേ നേരം വെളിയിൽ നിന്ന് കോഴിയൊക്കെ കളിച്ച് കണ്ടില്ലേ, തുള്ളിച്ചാടി ഓട്ടവും കളിയായിരുന്നു. അങ്ങനെ അവസാനം പണ്ടൊക്കെ ഈ കൊച്ചുങ്ങൾക്ക് തുണിക്കണ കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കുറച്ച് പേപ്പറൊക്കെ വെച്ച് അതിൻ്റെ അകത്തേക്ക് അടയ്ക്കാൻ വേണ്ടി മാവി നോക്കി, പക്ഷേ നടന്നില്ല. അവരതിൻ്റെ സൈഡിൽ കൂടി ചാടി ഓടി രക്ഷപ്പെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് എങ്ങനെ വളർത്തുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. ഒന്നിനെടുക്കുമ്പോഴേക്കും ഒന്ന് പറന്നു പോകുന്നു, ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകുന്നു. കുറച്ച് ആട്ടം പിടിച്ച കോഴികൾ തന്നെയായിരുന്നു. പിന്നെ അവരെ കൂട്ടിനകത്തൊക്കെ സെറ്റ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. മേഴ്സൂനാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുന്നത്. അവൾ ആദ്യമായിട്ട് കാണുന്നതാണ് കോഴിക്കുഞ്ഞിനെ. ഇതേ കൂടെ എടുത്ത് ടീപ്പോലെ പുറത്തൊക്കെ കണ്ടു വെച്ചിട്ട് ഇങ്ങനെ നോക്കി എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ സന്തോഷം കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.